എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് എപ്പിഗ്ലോട്ടൈറ്റിസ് ഇൻ ചിൽഡ്രൻ? ഓപ്ഷൻസ്: വൈറൽ ഇൻഫെക്ഷൻസ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ദെൻ ഫംഗൽ ഇൻഫെക്ഷൻ, ട്രോമ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം, നമ്മുടെ ഓപ്ഷൻ ഹാൻഡിൽ മെത്തേഡ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ഫാക്ടറാണ്. ഏതെങ്കിലും ഒരു ഓപ്ഷൻ വളരെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ മിക്കവാറും അത് ആൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ നോക്കുമ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത്രയും ബുദ്ധിമുട്ടി അത്രയും സ്പേസ് ഒക്കുപ്പൈ ചെയ്ത് ആ ഒരു ഫാക്ടർ അവിടെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ നിങ്ങളുടെ എലിമിനേഷൻ മറ്റു കാര്യങ്ങളും അതിൻ്റെ ടെക്നിക്കും മറ്റു കാര്യങ്ങളും എല്ലാം ഞാൻ പിന്നീട് പറഞ്ഞു തരാം ക്ലാസ്സുകളിൽ. എനിവേ, ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒരു ഓപ്ഷൻ എന്താണ് സിഗ്നിഫിക്കൻസ്, അതിലേക്ക് ഫോക്കസ് ചെയ്ത് ചിന്തിച്ചതിന് ശേഷമേ മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, പ്രധാനമായിട്ട് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി എന്നുള്ളതാണ്. അപ്പോൾ അത് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന നമ്മുടെ നിങ്ങൾക്കറിയാം ലാരിങ്സ് ഏരിയയിൽ കാണപ്പെടുന്ന ട്രക്കിയുടെ ലിഡ് എന്നുള്ള രീതിയിൽ അടപ്പ് പോലെ പ്രവർത്തിക്കുന്ന അതിനെ ബാധിക്കുകയും അതിന് ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും അതിന് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ കേസിലുള്ള ടിപ്പിക്കൽ സൈൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് വളരെ കാര്യമായിട്ട് തന്നെ അവർക്ക് ത്രോട്ട് പെയിൻ ഉണ്ടാവാം, ഒരു ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സൈനുകൾ ഉണ്ടാവാം. അതോടൊപ്പം തന്നെ ഇവരുടെ സൗണ്ട് ഒരു സ്ട്രൈഡർ ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് ചുമയ്ക്കുമ്പോഴാകുമ്പോഴും സംസാരിക്കുമ്പോഴായാലും ഒരു ബാർക്കിംഗ് സെൻസേഷൻ പോലുള്ള ഒരു രീതിയിലായിരിക്കും ആ ഒരു സൗണ്ട് പുറത്തേക്ക് വരുന്നത്. അവിടെയാണ് ഈ ഒരു കാര്യം സസ്പെക്റ്റ് ചെയ്യേണ്ടത്. ഈ ഒരു സാഹചര്യം സസ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് നെവർ ഡു ഓറൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയും. ഈവൻ മൗത്ത് കെയർ പോലും, ഇപ്പോൾ നമ്മൾ മൗത്ത് കെയറിന് വേണ്ടി ഉപയോഗിക്കുന്ന സൊല്യൂഷൻ, ഇത്തരത്തിലുള്ള മൗത്ത് കെയർ പോലുള്ള കാര്യങ്ങൾ വരെ ഒഴിവാക്കാൻ വേണ്ടി പറയും. ഓറൽ ടെമ്പറേച്ചർ മെഷർമെൻറ്റ് ഒഴിവാക്കാൻ പറയും. ഇപ്പോൾ മൗത്ത് കെയറിന് ഉപയോഗിക്കുന്ന സൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്, അതൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കിയാൽ തന്നെ ഇതൊരു സഡൻ ശ്വാസത്തിലേക്ക് പോവുകയും ഈ പറഞ്ഞ ഈ ട്രക്കിയ ക്ലോസ് ആയി പോകുന്ന, അടഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പെട്ടെന്നൊരു റെസ്പിറേറ്ററി അറസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോട്രക്കിയൽ ഇൻക്യുബേഷൻ ആണ്. ഇത്തരത്തിൽ ട്രക്കിയ അടഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ എൻഡോട്രക്കിയൽ ഇൻക്യുബേഷൻ എന്ന് പറയുന്ന ഒരു ലൈഫ് സേവിങ് മെഷർ ഫെയിൽ ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ പേഷ്യൻറ്റിനെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്ക് ഒറ്റയൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ട്രക്കിയോസ്റ്റമി. അപ്പോൾ ഇത്തരത്തിലുള്ള പേഷ്യൻ്റ് യൂണിറ്റിൽ കിടക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ ട്രക്കിയോസ്റ്റമി ട്രൈ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി വെക്കണം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് വേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നോട്ട് ചെയ്ത് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക.